ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവുന്ന ഒരു സംഭവമാണ് ചോക്കോ പൈ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, പുറത്ത് കുറച്ചൊരു ക്രഞ്ചി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവം, അത് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിലൊരു ഫില്ലിംഗ് ഒക്കെ ആയിട്ട് വരുന്നത്, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോണത്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചോക്കോ പൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒരു 100 ഗ്രാമിലും കൂടുതൽ, ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും തോന്നുന്നു, അത്രയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് കുറച്ച് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്കായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ല തിക്കായിട്ടാണ് ഇത് നിൽക്കേണ്ടത്. അപ്പോൾ കുറച്ച് പണി ഉണ്ടാവും മിക്സ് ചെയ്യാൻ, എന്നാലും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മേരി ലൈറ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഒരു ചോക്കോ പൈ ഉണ്ടാക്കാൻ 3 ബിസ്ക്കറ്റ് വേണം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ബിസ്ക്കറ്റ് എടുക്കുക. ഞാനിപ്പോൾ 3 എണ്ണമാണ് ഉണ്ടാക്കണേ, അപ്പോൾ 9 ബിസ്ക്കറ്റാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ വേണം. പാലില്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒരു ലിക്വിഡ് രൂപത്തിലാക്കി എടുത്താൽ മതി. നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മെൽറ്റായിട്ട് വരണം കേട്ടോ, നല്ല ലൂസായിട്ട് വരണം. ഇനി ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ ആദ്യം നമ്മൾ ആക്കിയിട്ടുള്ള കണ്ടൻസ് മിൽക്കിൻ്റെയും പാൽപ്പൊടിൻ്റെയും മിക്സ് കുറച്ച് വെച്ച് കൊടുക്കുക. ഇത്തിരി കട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത ബിസ്ക്കറ്റ് ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മേലെയും കണ്ടൻസ് മിൽക്കിൻ്റെ മിക്സ് ആക്കിയിട്ട് അടുത്ത ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ചോക്കോ പൈക്കുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 എണ്ണം ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ആദ്യം ബിസ്ക്കറ്റിൻ്റെ മേലെ കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ആക്കുക, എന്നിട്ട് ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയും ഈ ഒരു സെയിം സാധനം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഒരു ബിസ്ക്കറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതും റെഡിയായി. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കി 2 എണ്ണം ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റും മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറി മിൽക്കോ അങ്ങനെ കിട്ടുന്ന ഏത് ചോക്ലേറ്റും ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ആക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് ആ പാലിൽ ഡിപ്പ് ചെയ്തെടുക്കുക. വല്ലാതെ മുക്കരുത്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പുതിർന്നു പോവും. ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. അതിലുള്ള ആ ഒരു ലിക്വിഡൊക്കെ ബിസ്ക്കറ്റ് നന്നായിട്ട് വലിച്ചെടുക്കണം. അപ്പോൾ അത് ഡ്രൈ ആയി വരുന്നവരെ കുറച്ച് സമയം ഒന്ന് വെക്കുക. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ തന്നെ സംഭവം റെഡി ആയിട്ട് കിട്ടും. ഇതേപോലെ ഞാൻ 3 ബിസ്ക്കറ്റും ഡിപ്പ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. പാല് ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ചോക്ലേറ്റിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ആയിട്ട് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് അധികം ചൂടുണ്ടാവാൻ പാടില്ല. അപ്പോൾ ചിലപ്പം ബിസ്ക്കറ്റിൽ പിടിക്കാതെ വരും. അതുകൊണ്ട് നമ്മളെ കൈയൊക്കെ തൊടാൻ പറ്റുന്ന പാകത്തിലുള്ള ചൂടായി കഴിഞ്ഞിട്ട് വേണം ഈ ബിസ്ക്കറ്റ് ഇതിൽ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും കോട്ടായി കഴിഞ്ഞാൽ നമുക്കതൊരു ഫോർക്ക് വെച്ച് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് സെറ്റ് ആവാന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ചോക്കോ പൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര രസമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇനി അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ബിസ്ക്കറ്റിൻ്റെ തരിതരിപ്പും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി വരുമ്പം അടിപൊളിയേനു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ഈസിയല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്